ഇന്ത്യയുടെ വിദേശകാര്യ സ്പോക്സ് പേഴ്സൺ അയാൾക്കറിയത്തില്ല സംസാരിച്ച കാര്യം. ഇപ്പോൾ ഫ്ലാഷ് ആയല്ലോ, പബ്ലിക്കായിട്ട് ട്രംപ് പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി ദീപാവലി വിഷ് ചെയ്തു, അതേപോലെ തന്നെ ഓവൽ ഓഫീസിൽ ദീപാവലി സെലിബ്രേറ്റ് ചെയ്തു, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു, ഇനി റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങത്തില്ല. ഇതേ ഞാൻ പറഞ്ഞോളൂ. ഇതിന് നിങ്ങൾ ചില ആൾക്കാരും മരമണ്ടന്മാർ പൊട്ടന്മാർ ചാണകം തലയും വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ ജോലിയാണിത്, സത്യം നിങ്ങളെ അറിയിക്കുക. അല്ലാതെ എനിക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് യാതൊരു ആവശ്യവുമില്ല. തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ജേർണലിസത്തിലെ ഏറ്റവും വലിയ തെറ്റ്. കാരണം ജനാധിപത്യ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് അറിയിക്കണം. ഇത് ആവശ്യമാണ് ബേസിക്കലി. ഇതിനകത്ത് ചില കാര്യങ്ങൾ ടാരിഫ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ എക്സ്പെർട്സിൽ വന്നതിൻ്റെ അകത്ത് ചില കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഫാം സെക്ടറിലോട്ട് അമേരിക്കൻ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൂടുതൽ ഇന്ത്യൻ ഫാർമേഴ്സിന് സബ്സിഡി കൂടുതൽ കൊടുക്കണം. ഇപ്പം അതിൻ്റെ അകത്ത് സോയാ മീൽസും മെയ്സും മറ്റുള്ള 5-6 പ്രോഡക്റ്റും ഡയറി പ്രോഡക്റ്റും ഇപ്പം ഇന്ത്യയിലോട്ട് വരുമെന്നാണ് പറയുന്നത്, MSME സെക്ടറും. അപ്പോൾ അവിടെയും ഈ മെഡിക്കൽ ഡിവൈസും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യയിലോട്ട് വരാൻ പോവുക. അതായത് ട്രേഡ് ഇംബാലൻസ് കുറയ്ക്കും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, റഷ്യ എന്ന് ക്രൂഡിൻ്റെ കാര്യം കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യും. വളരെ ചെറിയ രീതിയിൽ മാത്രമേ വാങ്ങത്തുള്ളൂ, പഴയ രീതി വാങ്ങത്തില്ല.